A huge amount of electricity is produced using water stored in dams. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് വളരെ വൻതോതിൽ നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഈസ് അവർ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അറിയാത്തവരായി ആരുണ്ടാവില്ല അല്ലേ. ഫ്രം ദെയർ വി വിൽ ഗെറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി and there are lots of dams and that we learned in our previous class itself. Now we are going to start a new chapter. The name is work and energy. And why actually we discuss this thing, huge amount of electricity is produced using dam? Actually the question is not that one. The question is already discussed in the textbook, that how this water gets this much energy, this stored water gets this much energy or this much amount of energy. How it is possible? We can find out it. The first case is a man loading goods onto a lorry. A man loading goods onto a lorry. ഒരാൾ ലോറിയിലേക്ക് സാധനങ്ങൾ കയറ്റുന്നുണ്ട് അല്ലേ. Then the second case is a child trying to push a rock. A child trying to push a rock. ഒരു കുഞ്ഞ് ഒരു കല്ലിങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പാറ പോലത്തെ ഒരു വലിയ കല്ല് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. Then the third case is a person pushing a trolley in a supermarket. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ എന്ത് ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലേ. Then the last and the fourth case is a man standing with a load on his head. A man standing with a load on his head. അതായത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഒരു വെയിറ്റ് ഒരു ലോഡ് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. In each of these case we have to find out in which case the work is done. നമ്മൾ 4 ചിത്രവും നോക്കുന്നുണ്ട് അല്ലേ. 4 പിക്ചേഴ്സ് നോക്കുകയാണെങ്കിലും ആ 4 പിക്ചേഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സിറ്റുവേഷൻസ്, ദീസ് 4 കേസസ് വി ഹാവ് ഓൾറെഡി നോ, we already seen in our daily life situations all these cases, but we never think about this one. Whenever we are looking at the image we are thinking, oh, in all cases the work is done, but in physics it is not like that. അത് നമുക്ക് എന്താണെന്ന് നോക്കണം. ഫിസിക്സിൽ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെയല്ല. എപ്പോഴാണ് ഒരു വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുന്നതെന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാം. ആക്ച്വലി ഇൻ വിച്ച് കേസ് ദി വർക്ക് ഈസ് ഡൺ, ദാറ്റ് വി ഹാവ് ടു എക്സ്പ്ലോർ. ഓൾ ദീസ് സിറ്റുവേഷൻസ് ആർ റിലേറ്റഡ് വിത്ത് ദി ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ്. നമുക്ക് ഈ സിറ്റുവേഷൻസ് ഒക്കെ അറിയാവുന്ന സിറ്റുവേഷൻസ് ആണ് അല്ലേ. ഈ പിക്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് ട്രോളി തള്ളുന്നതാണെങ്കിലും ലോറിയിലേക്ക് ലോഡ് കയറ്റുന്നതാണെങ്കിലും ലോഡ് തലയിൽ വെച്ച് നിൽക്കുന്നതാണെങ്കിലും എന്താണ് ട്രോളി സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഉന്തിക്കൊണ്ട് പോകുന്നതാണെങ്കിലൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന സിറ്റുവേഷൻസ് ആണ്. But in all cases we can see that whenever someone is asking to us, we will say yes, in all cases work is done. കല്ല് തള്ളുന്നുണ്ട്, തലയിൽ എന്താണ് വെയിറ്റ് വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, ലോഡ് വെച്ച് നിൽക്കുന്നുണ്ട്, അപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. Then what is the relevance of this question? In which case the work is done? Yes, relevance is there. In the case of physics, we are not going to tell the work is done in all cases. There are some criterias. ഒരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ചെറിയ ക്രൈറ്റീരിയാസ് അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഫിസിക്സിൽ വർക്ക് ചെയ്തു എന്ന് പറയൂ. ഇൻ ദിസ് കേസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻ വാട്ട് ആർ ദി കേസസ് ദി വർക്ക് ഈസ് ഡൺ ആൻഡ് ഇൻ വാട്ട് ആർ ദി കേസസ് ദി വർക്ക് ഈസ് നോട്ട് ഡൺ. We have a table given in the textbook. The table is 6.1. In that table we have to find out the cases of work is done and work is not done. Okay, so we can analyze the situation one by one. Here in this table we can see that there are 4 columns. The first column is situation where force is applied, and the second column is object on which force is applied. The third column is there any displacement happened? So is there displacement for the object? You have to put yes, otherwise you have to put no. Then the last column is there displacement for the object in the direction of applied force? Is there displacement for the object in the direction of applied force? എന്തൊക്കെയാണ് 4 സിറ്റുവേഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ്, അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻസ് അവിടെ എന്താണ് എഴുതി വെച്ചിട്ടുണ്ട്. സിറ്റുവേഷൻസ് വെയർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ദെൻ യു ക്യാൻ സീ ദി 4 കേസസ് ഹിയർ. ലോഡിംഗ് ഗുഡ്സ് ഓൺ ടു എ ലോറി, ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്, എ ട്രോളി ബീയിങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്, എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡഡ് വെയിറ്റ്. ഓക്കെ, ലോഡ് ഓൺ ഹിസ് ഹെഡ്. സോ then the second column, in the second column object on which force is applied. ഏത് ഒബ്ജക്റ്റിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് കോളത്തിലുള്ളത്. നമുക്കറിയാം ലോഡിംഗ് ഗുഡ്സ് ഓൺ ടു എ ലോറി. ഇൻ ദാറ്റ് കേസ്
the force is applied on ലോഡ്, ലോറിയിലേക്ക് ഗുഡ്സ് ലോഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ആ സമയത്ത് ഒബ്ജക്റ്റ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പോൾ അവിടെ എന്താണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, ലോഡ് ഓർ ദാറ്റ് ഗുഡ്സ്. ഓക്കെ, സോ ലോഡ്, ഹിയർ വി ക്യാൻ റൈറ്റ് ലോഡ്. ദെൻ ഇൻ ദി കേസ് ഓഫ് ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്, ദാറ്റ് ടൈം ഏതിലാണ് എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ റോക്കിലാണ് അല്ല, ആ കുഞ്ഞ് റോക്കിലാണ് പുഷ് ചെയ്യുന്നത്. സോ ഹിയർ ദി ഒബ്ജക്റ്റ് ഈസ് റോക്ക്. Then the third case, a trolley being pushed in a supermarket. So here the trolley is pushing. So the object is trolley. Then the last one is a man standing with a load on his head. So here the man is standing with a load. Then the object is here the load. Now we have to fill the third column. That is there displacement for the object? നമ്മൾ നോട്ട് ചെയ്ത 4 ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ലോഡ്, റോക്ക്, ട്രോളി, ലോഡ്. സോ we have to find out that whether this objects displaced when the man or the person applied the force. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വെദർ ദി ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ്, ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, സോ if the object is the object have displacement, then we have to write yes, otherwise we have to write no. നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസ് എന്താണ്, ലോഡാണ്, ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി. അപ്പോൾ ലോഡ് ഡിസ്പ്ലേസ്ഡ് ആയല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് യെസ്, ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ്. സോ വി വിൽ റൈറ്റ് യെസ് ഇൻ ദി ഫസ്റ്റ് കേസ്. ദെൻ ദി സെക്കൻഡ് കേസ്, ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. ഒരു വലിയ കല്ല് തള്ളാനാണ് ശ്രമിക്കുന്നത്. ബട്ട് ആ കല്ലാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സോ ദി റോക്ക് ഈസ് ദി ഒബ്ജക്റ്റ് ഹിയർ, ബട്ട് ദർ ഈസ് നോ മൂവ്മെൻറ്റ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു വലിയ പാറക്കല്ല് അവിടുന്ന് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല. സോ ഹിയർ വി വിൽ റൈറ്റ് ദി നോ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വി വിൽ റൈറ്റ് നോ. ഇനി തേർഡ് കേസ് നോക്കാം. എ ട്രോളി ബീയിങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. എ ട്രോളി ബീയിങ് pushed in a supermarket. Then we already wrote the object is trolley. So the man is pushing that trolley. Then which one is the object here? Trolley. Then what is happened here? The trolley is displaced by the man. So avade endundi displacement undu, trolleyക്ക് movement സംഭവിച്ചു, displacement സംഭവിച്ചു. So we will write yes. Okay, yes, very good. Then the last case is a man standing with a load on his head. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ തലയിൽ ലോഡും വെച്ച് നിൽക്കുന്നുണ്ട്. നടക്കുന്നുണ്ടോ ഇല്ല, അവരവിടെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിലാണുള്ളത്. സോ വാട്ട് അബൌട്ട് ദിസ് ലോഡ്, ഈസ് ദർ എനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ നോട്ട്? യെസ്, ദർ ഈസ് നോ എനി ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ് ഓർ ലോഡ് ബിക്കോസ് ദി മാൻ ഈസ് സിംപ്ലി സ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് കാണാൻ വേണ്ടി. ദെൻ ദി ഫൈനൽ ആൻഡ് ദി ലാസ്റ്റ് കോളം is there displacement for the object in the direction of applied force? ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്, ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനാണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈസ് ദർ എനി ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ഒബ്ജക്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡയറക്ഷൻ്റെ അതേപോലെ തന്നെയാണോ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കേസ് വി നോ ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി. യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, ലോഡ് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. അത് പറഞ്ഞത് എവിടേക്കാണോ ഫോഴ്സ് കൊടുത്തത് അതേ ഡയറക്ഷനിലാണ്. സോ യെസ്, വി ക്യാൻ റൈറ്റ് യെസ്. ദെൻ ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. വലിയൊരു കല്ല് തള്ളാൻ ശ്രമിക്കുന്നു. ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ബട്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ we can't say the direction also. So we will write no. Okay. Then the third case, a trolley being pushed in a supermarket. ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദർ ഈസ് ആൾസോ ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്ങോട്ടേക്കാണ്, മുന്നോട്ടേക്കാണ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, തള്ളുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രോളി മൂവ് ചെയ്യുന്നത്. സോ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ആൾസോ ഹാവ് ദി സെയിം ഡയറക്ഷൻ where this force is applied. So here also we will write yes. Okay, yes. Then the last case, a man standing with a load on his head. We already told there is no displacement, so we can't say the direction of displacement and force is same. So here also we will write no. So from this each case, what we can conclude actually? Yes, we can conclude what is actually work is. Then what is work actually?
Work is said to be done when a force produces displacement in the direction of the applied force. What is actually work? Work is said to be done when a force produces displacement in the direction of the applied force. എപ്പോഴാണ് ഒരു വർക്ക് ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത്? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ലേ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനും അതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനെങ്കിൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഈസ് ഡൺ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടി പറയാം, ഇഫ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഇഫ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ലെങ്കിലും നമുക്ക് എന്ത് പറയാം? എന്താണ് പറയാൻ പറ്റുക? ദർ ഈസ് നോ വർക്ക് ഡൺ. സോ വാട്ട് ഈസ് ആക്ച്വലി വർക്ക്? വർക്ക് ഈസ് when we will tell work is to be done. Work is said to be done when a force produces displacement. Not only produces, actually produces displacement. It is in the direction of the applied force. It should be in the direction of the applied force. Then we can say that the work is done. So we can conclude that first two cases. ഏതൊക്കെ കേസസ് ആണ്? ഒന്നെന്ന് പറയുന്നത് യെസ്, ലോഡിങ് ഗുഡ്സ് ഇൻ ടു എ ലോറി and pushing a trolley in supermarket. These two cases we can say that what? The work is done because the force is applied and the displacement also happened in the same direction of the force applied. ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന രണ്ട് കേസുകളാണ് ഏതൊക്കെ? ഒന്ന് ലോറിയിലേക്ക് ഗുഡ്സ് കയറ്റുന്നതും അതുപോലെ തന്നെ ട്രോളി, ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളുന്നതും അല്ലേ. ദെൻ വർക്ക് ഈസ് നോട്ട് ഡൺ എന്ന് പറയുന്ന ആ ഒരു കേസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്, ഒരു വലിയ കല്ല് തള്ളാൻ ശ്രമിക്കുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, സോ വി കാൺ സേ ദ ഡയറക്ഷൻ ആൾസോ. ആൻഡ് സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹെഡ് അല്ലേ, ഒരാൾ നിങ്ങൾ തലേ തന്നെ എടുത്ത് വെച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, ദർ ഈസ് നോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് നോ വർക്ക് ഡൺ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ?